ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 3 പേർക്കെതിരെ 3 ജീവനക്കാർക്കെതിരെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ഇപ്പോൾ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ആരോപണവുമായി നിങ്ങൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്ന 3 പേർക്കെതിരെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ സത്യം ജയിക്കുന്നുള്ള സംഭവം. ആദ്യ ദിവസം തൊട്ടേ ഞാൻ പറയുന്നതും നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആൾക്കാരത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു, ഇവരുടെ ഭാഗത്ത് പൂർണ്ണമായും കള്ളമാണ്, നമ്മുടെ ഭാഗമാണ് സത്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് കുറച്ച് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങി ഏതാനും ഒരാഴ്ച പോലും ആയിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. അപ്പോഴത്തേക്ക് തന്നെ മുഴുവൻ സത്യങ്ങളും വെളിവരിക. കാരണം നമ്മൾ പൂർണ്ണമായി എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുണ്ട്. നമുക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഈ ആരോപണം ഉന്നയിച്ച് കയ്യടി വാങ്ങിക്കാം, പക്ഷേ ഇത് കോടതിയിലോട്ട് നീങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ കയ്യിൽ വേണം. അവരുടെ കയ്യിൽ അതില്ല, നമ്മുടെ കയ്യിൽ അതുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്ന വിധി. ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പൂർണ്ണമായും അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതിനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിൽ തൃപ്തരാണ്? 100%. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ഇവരിവിടെ വന്ന് ഈ പണം ഞങ്ങൾക്ക് തരികയും എന്നിട്ട് ബാക്കി പൈസ തരാമെന്ന് എഴുതി ഒപ്പിട്ടിട്ട് പോയിട്ട് 2 ദിവസം അവരാദ്യം പറഞ്ഞു അവരുടെ ഒരു കൂട്ടത്തിൽ ഒരാളുടെ ഭർത്താവ് പുറത്തു പോയപ്പോഴത്തേക്ക് ഇവരെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസിൽ പോയില്ല. സ്ഥലം എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അയാൾ തിരിച്ചിവിടെ കൃത്യമായിട്ട് വന്നു. ഇവിടെ വന്ന് പൈസ തന്നിട്ട് ഇവർ തിരിച്ചിറങ്ങി പോകുന്ന വീഡിയോയുണ്ട്. 2 ദിവസം വേണമെങ്കിൽ പരാതി കൊടുക്കണേ, ആ 2 ദിവസത്തിൽ എപ്പോൾ വേണം കൊടുക്കാം. അപ്പോൾ ആരോ ഇവർക്ക് മോശം ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ഞാൻ വീണ്ടും പറയും, ഞാൻ അന്ന് പറഞ്ഞു വളരെ കുറഞ്ഞ തുകയ്ക്ക് ഞാനൊരു സെറ്റിൽമെൻറ്റ് വരെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പലർക്കും അതിൽ പോലും സംശയം തോന്നി. ഞങ്ങളുടെ പുറത്ത് ടാക്സിൻ്റെ കാര്യമൊക്കെ കൊണ്ടുവന്നു. ഇതെപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ സത്യം ശീലമാക്കുക. നമ്മുടെ മക്കളോടെല്ലാം നിർബന്ധമായും പറയുക, കള്ളം പറയരുത്, കള്ളം ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. സത്യം എന്താ ഇപ്പോൾ തെളിഞ്ഞു വരുന്നതുകൊണ്ടോ? നമ്മുടെ ഇതിനുള്ള വലിയ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. സത്യം എന്നൊരു സാധനം നമ്മൾ പറഞ്ഞപ്പോൾ അത് വിജയിച്ചു. ഇന്നിപ്പോൾ ആ വിധി വന്നിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമായിട്ടുള്ളൂ. ഇനി ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ അതിസമർത്ഥമായിട്ട് അന്വേഷിച്ചത് ഇത്ര പെട്ടെന്ന് ഇത്രയും ഡീറ്റെയിൽസ് കോടതി കൊടുക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അവരോട് നന്ദി അറിയിക്കുന്നു. ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എനിക്കറിയത്തില്ല, എല്ലാവരോടും. അതുപോലെ ഇത് ടി വിയിൽ വന്നപ്പോഴൊക്കെ നമുക്ക് വേണ്ടി ധാരാളം പേര് മീഡിയയിലായിക്കോട്ടെ പൊതുജനങ്ങളിലായിക്കോട്ടെ പലരും ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കായിട്ട് സംസാരിച്ചു. എല്ലാവർക്കും ഈ സമയത്ത് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോകും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അതെനിക്കറിയില്ല നിയമ സംവിധാനം എങ്ങനെ. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ അപ്പർ കോർട്ടുകളിലോട്ട് പോകും, മേൽക്കോടതികളിൽ അവർ പോകും, അവർ ജാമ്യത്തിന് അപേക്ഷിക്കും. പക്ഷെ അപേക്ഷിച്ചാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് കുറച്ചുകൂടി ശ്വാസം വിടാൻ കുറച്ച് ദിവസങ്ങൾ കിട്ടും. അതിന് പുറമെ കുറേ കാശും ചിലവാകും. അവസാനം കാരാഗൃഹത്തിൽ തന്നെയാണ് ഇവരുടെ അവസാനം വരാൻ പോകുന്നത്. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ഇപ്പോഴും ഈ കണ്ടതല്ല, ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ വെളിവരും. ഇതിനേക്കാൾ വലിയ തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ പിന്നിൽ ആരോ ഉണ്ട് ഇവർക്ക് ബുദ്ധി ഉപദേശിക്കാൻ എന്നുള്ളൊരു ആരോപണം ആദ്യഘട്ടം മുതൽ അങ്ങ് പറയുന്നതാണ്. അത് ആരാണെന്നുള്ള ഏതെങ്കിലും ഒരു വിവരമുണ്ടോ? അദൃശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്ന ഏരിയയിൽ പോയി ഞാൻ അന്വേഷിക്കാനോ ഇതിനു വേണ്ടി ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും പറയും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരത്തും പറയും, നമ്മൾ നല്ലത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അവരുടെ വീട്ടിൽ പോയി അവരെന്ത് ചെയ്യുന്നു അന്വേഷിക്കാനൊക്കെ പോകുന്നതിനേക്കാൾ അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പോലീസ് അത് കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവരിൽ നമ്മളൊരു വിശ്വാസം അർപ്പിക്കുന്നു, കോടതിയിൽ നമ്മളൊരു വിശ്വാസം അർപ്പിക്കുന്നു, ഭരണകൂടത്തിലൊരു വിശ്വാസം അർപ്പിക്കുന്നു. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഗം സത്യമാണെങ്കിൽ ഏതുവഴിയെങ്കിലും ആ സത്യം നമ്മുടെ കൺമുമ്പിൽ വരും. ഇപ്പോഴത്തെ വിധി അതാണ്. എന്തായാലും സത്യം ജയിക്കും. കോടതിയിലും ഭരണ സംവിധാനത്തിലും അതുപോലെ തന്നെ പോലീസിലും വിശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നത്. ഇവർ ഇനി മേൽക്കോടതിയിൽ പോയാലും ഇത് തന്നെയായിരിക്കും വിധി എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അർനു ശ്രീധർ, 24 തിരുവനന്തപുരം.